അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ സംഭവം. ഇത് നമ്മൾ വീട്ടിൽ മുകളിൽ, അതായത് ഫസ്റ്റ് ഫ്ലോർ ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു. അത് വെറുതെ ഓപ്പൺ ബാൽക്കണി ആയിട്ട് ഈ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഫുൾ ടൈം ഈ ഡസ്റ്റും കാര്യങ്ങളൊക്കെയാണ്, പൊടിയൊക്കെ അടിച്ചിട്ട് ഒട്ടും യൂസ് ഇല്ലാതെ കിടന്നുവെച്ച ഒരു ബാൽക്കണിയാണ്. പിന്നീടാണ് നമ്മുടെ ലോക്ക്ഡൗണിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ ചിന്തിച്ചു ഇതൊന്ന് യൂസ്ഫുള്ളാക്കി എടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്തത് ഫുള്ള് അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്ത് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു എയർ വെൻറ്റിലേഷനൊന്നും ഉണ്ടാവില്ല. നമ്മളൊരു അടച്ചിട്ട മുറിയിലിരിക്കുന്ന ഒരു കൺസെപ്റ്റായി പോവും എന്നുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഓപ്പൺ ടൈപ്പ് ചെയ്തത്. പിന്നെ നമ്മൾ അതിൻ്റെ ഇൻറ്റീരിയറിന് വേണ്ടിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്തത് ഒരു ഒരു സ്ക്രാപ്പിൻ്റെ ഷോപ്പിൽ നിന്ന് ഒരു ഡ്രം എടുത്തു. ആ ഡ്രമ്മിൽ ഇതുപോലെ അത്യാവശ്യം തുരുമ്പായിരുന്നു. 400 റുപ്പീസിനാണ് ആ ഡ്രം കിട്ടിയത്. അത് തുരുമ്പൊക്കെ കളഞ്ഞു, പെയിൻ്റൊക്കെ ചെയ്തു, കുട്ടപ്പനാക്കി. പിന്നെ അതിൻ്റെ അടിയിൽ താഴത്ത് വരഞ്ഞ ടൈലാണ്. അപ്പോൾ ടൈൽ വരഞ്ഞ സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടി അടിയിൽ 4 ബുഷ് വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിൽ ഒരു ഡോറ് കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് അകത്തെ സ്പേസും കൂടി യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഡോറ് കട്ട് ചെയ്തു, ഒരു ഹാൻഡിലൊക്കെ പിടിപ്പിച്ചു. പിന്നെ നമ്മൾ ടോപ്പ് സൈഡിൽ 4 ഗ്ലാസിൻ്റെ ലെഗ് പിടിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് കട്ട് ചെയ്തു, 4 ഹോളും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പിടിപ്പിച്ചു. അത് ഏകദേശം ഒരു 350 റുപ്പീസായി ഗ്ലാസ്സിന്. പിന്നെ ഒരു ഹോള് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 40 റുപ്പീസ് എന്തോ ആയി. അങ്ങനെ മൊത്തം ആ ഒരു ഡ്രമ്മിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 1000 റുപ്പീസിനടുത്ത് വന്നു. പെയിൻറ്റ്, ഗ്ലാസ്, ഡ്രമ്മിൻ്റെ കാശൊക്കെ കൂടി ഒരു 1000 റുപ്പീസ് വന്നായിരുന്നു. പിന്നെ അത് കൂടാതെ നമ്മൾ ചെയ്ത കാര്യമാണ് ഒരു LED സ്ട്രിപ്പ് മേടിച്ചിട്ട് അതായത് ഈ നൈറ്റ് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ഇരുട്ട് വീഴുന്ന സമയത്ത് പുറത്തുനിന്ന് ഒട്ടും കാണാനൊരു ഭംഗിയില്ലാത്തതുകൊണ്ടാണ് നമ്മളൊരു LED സ്ട്രിപ്പ് മേടിച്ചിട്ട്, അത്യാവശ്യം പവറുള്ളത് തന്നെയാണ്, നല്ല വെട്ടമുള്ള ഒരു LED സ്ട്രിപ്പ് മേടിച്ചിട്ട് നമ്മളെ ആ സൈഡിൽ ബീഡിങ്ങിൽ നമ്മുടെ ഫ്രണ്ട് ഏരിയ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ, അത്യാവശ്യം വെട്ടം കിട്ടുന്ന രീതിയിൽ ഫുള്ള് ആ ഒരു ഫ്രണ്ടിൽ നിന്ന് ഏറ്റം തുടങ്ങി ആറ്റം വരെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ മെയിൻ പ്രശ്നം, നമ്മൾ സീലിംഗ് നേരത്തെ ചെയ്തതാണ്, വുഡൻ സീലിംഗ് ആണ് ചെയ്തത്. വുഡൻ സീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫുള്ള് സ്ക്രാപ്പ് ഉള്ള വുഡ് വെച്ചിട്ട് ചെയ്തതാണ്. നമ്മുടെ ഗ്ലാസിൻ്റെയൊക്കെ വേസ്റ്റ് വരുന്ന പാലറ്റ് വെച്ചിട്ട് ചെയ്ത വുഡൻ സീലിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു ഇത്. ഈ നമ്മളെ ഉച്ചകുത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി ആണ് അത് രണ്ടാമത് ടെർമിനേറ്റർ മേടിച്ച് ഫുള്ള് സീലിംഗ് 1 by 1 അഴിച്ച് ടെർമിനേറ്ററിൽ മുക്കിയിട്ട് രണ്ടാമത് സീലിംഗിലേക്ക് പിടിപ്പിച്ചു. അപ്പോൾ ഈ വുഡൻ സീലിങ്ങിൻ്റെ വീഡിയോ, അതായത് ഈ വുഡൻ സീലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വിത്തിൻ 2 വീക്സ് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇതുപോലെ മനോഹരമായിട്ട് സീലിംഗ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഈ വുഡൻ സീലിംഗ് ചെയ്യാൻ വേണ്ടി മേടിച്ച ഈ മരത്തിൻ്റെ ബാക്കി കുറേ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച അത്രയും ആവശ്യം വന്നില്ല സീലിംഗ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ബാക്കി വന്ന മരം വെച്ചിട്ട് നമ്മൾ ഒരു ഷോക്കേസ് സെറ്റ് ചെയ്യാമെന്ന് ഓർത്തു. അത് നമുക്ക് അത്യാവശ്യം കുറച്ച് ബോട്ടിൽസൊക്കെ, എംടി ബോട്ടിൽസൊക്കെ നിറച്ച് ഒന്ന് കളറാക്കാൻ വേണ്ടി ചെയ്തതാണ്. അതും ഇതുപോലെ തന്നെ ഈ നമ്മൾ ടെർമിനേറ്റർ പെയിൻറ്റ് ചെയ്തു. പിന്നെ ആ ഒരു നാച്ചുറൽ ലുക്ക്, അതായത് ആ മരത്തിൻ്റെ തന്നെ ഒരു ഫിനിഷ്, അതായത് ഒരു എന്താ പറയുക, നമ്മൾ ഭയങ്കര എക്സ്പെൻസീവ് അല്ലാത്തൊരു ലോക്കൽ മരത്തിൻ്റെ ഫീലിൽ തന്നെ ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വേറെ പോളിഷിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ല. ജസ്റ്റ് ആ മരത്തിൻ്റെ ഫിനിഷ് എന്താണ് അതുപോലെ തന്നെയാണ് അത് ചെയ്തെടുത്തത്. അതാകുമ്പോൾ നമുക്ക് വർക്കും ഭയങ്കര സിമ്പിളാണ്, കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ നോർമലി എല്ലായിടത്തും ചെയ്യുന്നത് അത്യാവശ്യം പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കറക്റ്റ് ആ ഒരു റഫ് ലുക്ക് തന്നെ ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അത് നമ്മൾ ഡയറക്റ്റ് മതിലിലേക്ക് വെച്ച് ഡ്രിൽ ചെയ്തു. അവിടെ ഒരു വലിയ വിൻഡോ ഉണ്ടായിരുന്നു, ഒരു 3 പാളി ജനൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജനൽ അത്ര ഒരു സ്യൂട്ടായിട്ട് തോന്നിയില്ല ആ ഒരു റൂമിന്. അപ്പോൾ അതും കൂടി ഒരു കവർ ചെയ്യുന്ന രീതിക്ക് ആ ഒരു ജനലിൻ്റെ സൈസിനാണ് നമ്മൾ ഈ ഒരു ഷോക്കേസ് ഉണ്ടാക്കിയത്. അപ്പോൾ നേരെ എടുത്ത് ഡ്രിൽ ചെയ്തു, നേരെ പിടിപ്പിച്ചു. പിന്നെ ഉണ്ടായിരുന്നൊരു കാര്യമാണ്, നമുക്ക് ആ ഒരു ഡ്രമ്മിൻ്റെ ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തെങ്കിലും അത് കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ അത്യാവശ്യം താഴത്തേക്ക് ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ഹൈറ്റാണത്. അപ്പോൾ അത് അത്ര യൂസ്ഫുൾ അല്ലാത്തത് കൊണ്ട് നമ്മളൊരു ചെറിയ ഒരു ടേബിളും കൂടി സെറ്റ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയൊരു സംഭവമാണ് ഈ ടയർ വെച്ചിട്ട് ചെയ്യുന്നത്. അതാകുമ്പോൾ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ വലിയ എക്സ്പെൻസുള്ള ടയറെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ പെയിൻറ്റ് ചെയ്യുന്ന കാശ് മാത്രമേ അതിന് ചിലവുള്ളൂ. നമുക്ക് ഗോൾഡൻ കളർ പെയിൻറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാറിൻ്റെ അലോയ് പെയിൻറ്റ് ചെയ്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഈ സിൽവർ നമ്മൾ ഈ ഡ്രം പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചാണ്. പിന്നെ ആകെ ചിലവ് വന്നത് ഈ ഗ്ലാസ് മാത്രമാണ്. അതൊരു 350 റുപ്പീസായി ആ ഗ്ലാസ് കട്ട് ചെയ്ത് സൈഡ് പോളിഷ് ചെയ്തെടുക്കുന്നത്. ഇത് അത്യാവശ്യം തിക്നെസ് ഉള്ള ഗ്ലാസ്സാണ്, അപ്പോൾ പൊട്ടാതെ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ കിടന്നോളും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തത്. അതും വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്.
വീട്ടിൽ പണ്ടൊരു ബുള്ളറ്റ് മേടിച്ചപ്പോൾ അതിൻ്റെ റിമ്മ് മാറ്റിയിട്ട് അലോയ് ഇട്ടായിരുന്നു. അപ്പോൾ ആ റിമ്മ് വീട്ടിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. അത് യൂസ് ചെയ്യാത്തൊരു പുതിയ റിമ്മായിരുന്നു. അപ്പോൾ അത് വെറുതെ പൊടി പിടിച്ച് കിടക്കുന്ന കണ്ടപ്പോൾ അതെടുത്ത് അവിടെ ഇട്ടു. ഒരു ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടായിരുന്നു സോണിയുടെ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കാം, അതായത് നിലത്ത് പൊടിയൊന്നും കൊള്ളാതെ കയറ്റി വെക്കാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു 2 സിംഗിൾ സോഫ കിടപ്പുണ്ടായിരുന്നു, ചെറിയ സോഫ കിടപ്പുണ്ടായിരുന്നു. അത് വീട്ടിൽ ഫാദർ പണ്ട് ചെയ്തതാണ് ഒരു 5-6 കൊല്ലം മുമ്പ്. അത്യാവശ്യം ഈ സോഫയുടെ വർക്കൊക്കെ ചെയ്യാൻ അറിയാവുന്നത് കൊണ്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് വീട്ടിൽ തന്നെ. അപ്പോൾ അകത്ത് കുറച്ച് സ്ഥലക്കുറവായതുകൊണ്ട് അതിനെ കൂടി എടുത്ത് പുറത്തിട്ടു അത്യാവശ്യം. അപ്പോൾ കാണാൻ കുറച്ചും കൂടി ഒരു ഗ്രാൻഡ് ലുക്ക് കിട്ടി. പിന്നെ അതുകൂടാതെ നമ്മളൊരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയായിരുന്നു. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അടുത്തൊരു 2-3 ദിവസങ്ങളിൽ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ ഒരു ഫിഷ് ടാങ്ക് നമുക്ക് തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് വീട്ടിൽ തന്നെ. അപ്പോൾ അതും നമ്മുടെ ഒരു റൂമിൻ്റെ ഒരു ആംബിയൻസിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഴയ ഒരു ഓൾഡ് മങ്കിൻ്റെ ബോട്ടിൽ ചുമ്മാ ഒന്ന് താത്തി വെച്ചതാണ്. ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണ്. പിന്നെ കൂട്ടത്തിലൊരു ചെറിയ മീനുണ്ട്. ഈ ഗോൾഡ് ഫിഷ് എപ്പോഴും ഭയങ്കര അറ്റാക്കിംഗ് ആണ്. അപ്പോൾ ചെക്കന് വേണമെങ്കിൽ കുപ്പിക്കകത്ത് കയറിയാൽ സേഫായിട്ടിരിക്കാം. ഇതതുപോലെ തന്നെ വർക്ക് ചെയ്യാത്തൊരു ഫാനായിരുന്നു. അത്ര ആ ഫാൻ കാണുന്ന അത്ര ഭീകരമൊന്നുമല്ല. അതിൻ്റെ കംപ്ലീറ്റ് മോട്ടറും കാര്യങ്ങളൊക്കെ പോയതാണ്. അത് നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്തെടുത്തതാണ്. കാണുന്നുള്ള ഒരു ലുക്ക് കൊണ്ട് ആ മരത്തിൻ്റെ ഒരു ലീഫൊക്കെ ആയതുകൊണ്ട് നല്ല പ്രത്യേക ഭംഗിയാണ് അത് കാണാൻ. അപ്പോൾ അതിൻ്റെ ലൈറ്റും സ്പീഡൊന്നുമില്ല, അത്യാവശ്യം ഒരു ചെറിയൊരു സ്പീഡൊക്കെ ഉള്ളൂ. എന്നാലും സംഭവം കാണാൻ ഭയങ്കര ക്ലാസ്സാണ്. ഈ ഒരു റൂം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൺസെപ്റ്റിൽ ആദ്യം ഉണ്ടായിരുന്നൊരു കാര്യമാണ് ഒരു സൈക്കിളും കൂടി ഇതിൻ്റെ അകത്ത് കൊള്ളിക്കണം എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ പല ഷോറൂമിലൊക്കെ കണ്ടിട്ടുണ്ടാവും, റീറ്റെയിൽ സ്റ്റോഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്, പല വലിയ ബ്രാൻഡ്സിലൊക്കെ കണ്ടിട്ടുണ്ട് സൈക്കിൾ, അതായത് ഒരു ക്രോം ഫിനിഷിലൊക്കെ ഉള്ള ഒരു സൈക്കിളൊക്കെ ഡിസ്പ്ലേ പീസായിട്ട് വെച്ചിരിക്കുന്നത്. അത് പ്രത്യേക ഒരു ഭംഗിയാണ് സൈക്കിൾ കാണാൻ. അപ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡ്രമ്മൊക്കെ എടുത്ത് അതേ സെയിം സ്ക്രാപ്പിൻ്റെ ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്തൊരു സൈക്കിളാണ്. ഒരു 600 rupees ആയി. കൂട്ടത്തിൽ കുറച്ച് പഴയ ഒരു ലുക്ക് കിട്ടുന്നതും എന്നാൽ വലിയ തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സൈക്കിള് കൂട്ടത്തിൽ നോക്കിയെടുത്തു. അത് ഫുള്ള് നമ്മൾ ഗോൾഡൻ പെയിൻറ്റ് ചെയ്തു, സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ഫുള്ള് ചെയ്തു. ടയേഴ്സ് രണ്ടാമത് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തു. എന്നിട്ട് അത് അവിടെ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണെങ്കിൽ കുറച്ചും കൂടി ഒരു എടുപ്പുണ്ടാവുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് അത്രയും മുകളിൽ കയറ്റി സെറ്റ് ചെയ്തത്. പിന്നെ അതുകൂടാതെ നമ്മൾ താഴത്ത്, അതായത് വീടിൻ്റെ പുറത്ത് റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ പോലും ആ ഒരു സൈക്കിളിന് അത്യാവശ്യം താഴത്തു നിന്നൊക്കെ കാണുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും മുകളിൽ കയറ്റി ഇത് സെറ്റ് ചെയ്തത്. ജസ്റ്റ് നമ്മൾ ആ ടയറിൻ്റെ സെൻറ്ററിൽ നിന്ന് നീളത്തിലെ ഒരു പട്ടയുടെ ഒരു പീസ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. എന്നിട്ട് അത് നേരെ ആ ഷോക്കേസിൻ്റെ മുകളിലത്തെ പീസിൽ സെൽഫ് സ്ക്രൂ ചെയ്തിട്ടാണ് അതവിടെ പിടിപ്പിച്ച് വെച്ചത്. സംഭവം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നു. കാണാനും നല്ല ഒരു സൂപ്പർ സംഭവമായിരുന്നു. അത് നമ്മുടെ കൂട്ടത്തിൽ ആ റൂമിൽ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അഭിപ്രായം വന്ന ഒരു സംഭവമാണ് ഈ സൈക്കിളിൻ്റെത്. ഇതും ഭയങ്കര ചീപ്പ് കോസ്റ്റാണ്. മൊത്തം നമുക്കൊരു 800 rupees ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒരു ഇൻറ്റീരിയറിലേക്ക് വേണ്ടി നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ വേറൊരു പ്രശ്നമായിരുന്നു ഈ ഒരു ഷോക്കേസിൻ്റെ, നമ്മൾ കിട്ടിയ മരം വെച്ചിട്ട് ചെയ്ത ഒരു സംഭവം ആയതുകൊണ്ട് ഷോക്കേസിൻ്റെ വീതി, പുറത്തേക്കുള്ള ചാട്ടം ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ് സ്പേസ്, എന്നാലും അത് മറിഞ്ഞു വീഴാനുള്ളൊരു ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടും നമ്മൾ അതിന് മാച്ചാവുന്ന ആ സെയിം കളറിലുള്ള ഒരു ചാക്കുനൂല് ഒപ്പിച്ചു. അത് കുറച്ച് വണ്ണമുള്ള ചാക്കുനൂലാണ്. അത് നമ്മൾ അപ്പുറവും ഇപ്പുറവും ഇതുപോലെ തന്നെ സെൽഫ് സ്ക്രൂ വെച്ച് കഴിഞ്ഞപ്പോൾ അതും നല്ല ആപ്റ്റായിട്ട് അവിടെ ഇരുന്നു. ബോട്ടിൽസ് ഒന്നും മറിയാതെ സേഫായിട്ടിരുന്നു. പിന്നെ വീട്ടിൽ ഒരു പഴയ TV ഉണ്ടായിരുന്നു. ഇത് സ്ക്രീനിൻ്റെ സെൻറ്ററിൽ, അതായത് കുറച്ച് നീളത്തിലൊരു വര വന്നു സ്ക്രീനിൻ്റെ. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ച ഒരു TV ആണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു TVയും കൂടി ആ റൂമിൽ തന്നെ സെറ്റ് ചെയ്തു. അതിൻ്റെ ഫ്രെയിം കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി. അത് ഒരു 180 ഡിഗ്രിയിൽ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫ്രെയിമാണ് നമ്മൾ അതിന് വേണ്ടി സെറ്റ് ചെയ്തെടുത്തത്. അതും അത്യാവശ്യം നല്ലൊരു സംഭവമായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തൊരു സംഭവമാണ് ഈ ലൈറ്റിൻ്റെത്. ഇതും നമുക്ക് ആ ഒരു സ്ക്രാപ്പിൻ്റെ ഷോപ്പിൽ നിന്ന് കിട്ടിയാണ്. ഇത് സംഭവം നല്ല ലൈറ്റായിരുന്നു. പെയിൻറ്റ് കാര്യങ്ങളൊക്കെ പോയതായിരുന്നു, പക്ഷെ എന്നാലും കാണാനൊരു പ്രത്യേക ഭംഗിയുള്ള ഒരു ലൈറ്റായിരുന്നു. അത് നമ്മളെടുത്തു, പെയിൻറ്റ് ചെയ്തു, അവിടെ പിടിപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പഴയ ഒരു 1990s ഉപയോഗിച്ച ഒരു ക്ലോക്കും കൂടി അവിടെ നിന്ന് കിട്ടിയായിരുന്നു, പഴയ ഒരു കൈൻഡ് ഓഫ് ക്ലോക്ക്. അതും നമ്മളെടുത്തു. അതിൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആയിരുന്നു, മോട്ടർ മാറ്റി വെച്ചു, സംഭവം സെറ്റ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ബാറ് എന്ന് തന്നെ പറയാം, ഒരു മിനി ബാറാണ് നമ്മൾ ഉദ്ദേശിച്ചത്.
ഒരു കൺസെപ്റ്റ് ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നു. നമ്മൾ പല വീഡിയോസിലും, അതായത് ഫോറിൻ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വീട്ടിൽ തന്നെ ഒരു ചെറിയൊരു മിനി ബാർ എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ ആ ഒരു രീതിയിൽ കൂടി ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ടോട്ടൽ വ്യൂ വരുന്നത്. ഓവറോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള വ്യൂ ഇതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും അത്യാവശ്യം നമ്മളെപ്പോലെ കുറച്ച് ക്രേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കും ഇതുപോലെ ഒരു യൂസ്ലെസ് ആയിട്ട് കിടക്കുന്ന സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ഡ്രോയിങ് നമ്മൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു വർക്ക്, ഈ ചാനലിൽ തന്നെ ഒരു ഫസ്റ്റ് വർക്ക് കണ്ട ഒരു ഡ്രോയിങ് ആണ്. അത് നമ്മൾ മണ്ടാല എന്ന് പറയും. അത് നിങ്ങൾക്ക് നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്ത് തന്നെ കാണാൻ പറ്റും ആ ഒരു മണ്ടാല ഡ്രോയിങ് കാര്യങ്ങളൊക്കെ. അത് ഭയങ്കര സിമ്പിളാണ്. നമ്മളൊരു പൂക്കളം വരയ്ക്കുന്ന പോലെ വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ടോട്ടൽ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മിനി ബാർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത കാര്യങ്ങൾ.